അല്ല ഞങ്ങളുടെ 3-ാം ദിവസത്തെ യാത്ര. ഇപ്പോൾ 10 മണിയായി. പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ കോട്ടയെല്ലാം കഴിഞ്ഞു. കോട്ട രാവിലെ കഴിഞ്ഞിന്. ഇനി ഡൽഹി, പിന്നെ പഞ്ചാബ്. അമൃത്സറാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. പക്ഷേ നല്ല ട്രെയിനാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുണ്ട്. ഒരു പണ്ടത്തെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മിന്നോ മൊങ്ക വന്നാ. പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ എല്ലാം കാണാം. മരുഭൂമി. മഹാവീർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കുറച്ച് സ്റ്റേഷൻ നിർത്തിയിട്ട് പോകുന്ന ട്രെയിനാണിത്. രാജധാനി ഒന്നും പോലെയല്ല. രാജധാനി കോട്ട കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയാണ് സ്റ്റോപ്പ്. രാജധാനിക്ക് പിന്നെ അതുപോലെ തന്നെ ദുരന്തോ എക്സ്പ്രസ്സിനല്ല, അതുപോലത്തെ ട്രെയിനല്ല. എന്നാൽ എന്താണ് സ്റ്റോപ്പില്ല, ഡേറ്റ് ഒന്നുമില്ല. ഏകദേശം കറക്റ്റ് ടൈം തന്നെ ഉണ്ട്. അല്ല ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാ. എല്ലാവരും എൻജോയ് ചെയ്യുന്ന. എങ്ങനെ എൻജോയ് ചെയ്യുന്ന നോക്ക്. മുംബൈയിലേക്കാണ് കുറച്ച് നല്ല കാലാവസ്ഥ പിടിച്ചാല്. കുമിരലില്ല ഇവിടെ, കുറച്ചുകൂടി ഹ്യൂമിഡിറ്റി കുറവുണ്ട്. ഓക്കെ വാ. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല ഒരുപാട് മോഡിഫിക്കേഷൻ വൃത്തിയുണ്ട്. വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുക്കണം. ഒരുപാട് വെള്ളം അവിടെ കൂളറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എത്തിയത് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ. ഒരു 1:45 എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത്? നമ്മൾ പഞ്ചാബിലേക്ക്. അമൃത്സറിലേക്കാണ് ലാസ്റ്റ്. ഇത് സംഭവം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിലവിൽ ഈ വന്ന പ്ലാറ്റ്ഫോമിൽ ഇവിടെ 10-12 പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ പേരൊന്നും ഉണ്ടാവില്ല. ഹസ്രത്ത് നിസാമുദ്ദീൻ നല്ല പേര് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ പെട്ടെന്ന് തന്നെ വരും. ഇന്ത്യ കാണാനുള്ള പെട്ടെന്ന് തന്നെ വരും. അതിൻ്റെ ഇന്ത്യയിലെ ചരിത്ര നിർമ്മിതികൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളറിയാതെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും മറ്റെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താക്കുക, പരമാവധി പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇന്ത്യ കാണാനുള്ളതും അനുഭവിക്കാനുള്ളതും വരിക. ഓക്കെ, വണ്ടി എടുക്കുന്നുണ്ട്, പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ടൂറും കണ്ട് സൂപ്പർ അല്ല? എൻജോയ് ചെയ്യുന്നില്ല? അതിനാ മറ്റേ റംസാൻ മോൾ ടൂറും കണ്ട് സൂപ്പർ അല്ല? സൂപ്പറാ? ഓക്കെ, എന്താണ് സൂപ്പർ അല്ല? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ല? എൻജോയ് സൂപ്പർ ഉണ്ട്. വേണ്ട മറ്റേ എന്താണ് നല്ല സൂപ്പറാ? ബിരിയാണി സൂപ്പർ അല്ല? ടൂറും കണ്ട് സൂപ്പർ ബിലാൽ അന്ന മിന്ന അതുവാ അന്ന ടൂറും കണ്ട് സാദ്മോൻ സൂപ്പർ അല്ല? ഓക്കെ സൂപ്പർ. റംഷാമോൻ സൂപ്പർ അല്ല? സാലി കുറച്ച് ഇതാണല്ലോ. സൂപ്പറാ? എൻജോയ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഉഷാറേ. അമീൻ നമ്മുടെ മെയിൻ ഐ ടി വിദഗ്ധന്മാരാ. ആഷിർ, അമീൻ IT കാര്യങ്ങളിലൊക്കെ മറ്റേ താരിസ്ഥാന്റെ IT വിഭാഗം എല്ലാം കൈകാര്യം ചെയ്യുന്നവരാ. മീഡിയ വിന്യോ എല്ലാം IT. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പഞ്ചാബിലെ അമൃത്സറിൽ ഏകദേശം 11:45 കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി. 30 മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് അമൃത്സറിലേക്ക്. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ യാത്രക്കാരെല്ലാം ഇറങ്ങുന്നുണ്ട്.
ഓൾ ഇന്ത്യ ട്രിപ്പിലാണ് റംഷാദ് എന്ന് പറയുന്നത്. റംഷാദ് ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. അമൃത്സർ സിറ്റി ക്ലീനസ്റ്റ് സിറ്റി, വൺ ഓഫ് ദി. പഞ്ചാബ് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഈ ദേശീയഗാനത്തിലാണ് അധികം കേട്ടിട്ടുള്ളത്. പഞ്ചാബ് കറക്റ്റ്. മിന്നെടുത്തോ. അപ്പം യാത്രയിൽ നമ്മൾ അമൃത്സർ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അപ്പുറത്തേക്ക് പോകണം. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ 3-4 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു ഒത്ത നല്ല തണുപ്പുള്ള കാലാവസ്ഥ. അമീറ, പിന്നെ നമ്മളെ വാറണ്ടിയുള്ള ഇതായതുകൊണ്ട് പ്രശ്നമില്ല, അതിലോട്ട് വലിക്കാം.